സിറിയയിൽ ചാവേർ സ്ഫോടനം 25 മരണം റിപ്പോർട്ട് ചെയ്തു. ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഇത്തരം ഒരു സ്ഫോടനം സിറിയയുടെ അകത്ത് നടന്നത്. സിറിയയിലെ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന വിശ്വാസികൾക്കിടയിൽ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഏത് ഭാഗത്തുനിന്ന് വന്നു, ഏതാണ് ഇതിൻ്റെ പിന്നിലെ സോഴ്സ് എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സ്ഫോടനം അവിടെ നടക്കുന്നത്. മാത്രവുമല്ല, ബഷർ അൽ അസദ് ഭരണത്തിലിരിക്കുന്ന കാലത്ത് ഇത്തരം സ്ഫോടനങ്ങൾ വളരെ അപൂർവമായിരുന്നു. ഏറെക്കുറെ നിയന്ത്രിക്കപ്പെടാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ ഭീകര സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഇറാനെ പിന്തുണക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ സജീവമാകുന്നുണ്ട് എന്ന റിപ്പോർട്ട് ഇതിന് മുൻപ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരുന്നു. ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവിടുത്തെ ആന്തരികമായിരിക്കുന്ന അവസ്ഥാ കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കൈവിട്ടു പോകുന്ന തരത്തിലേക്കാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെയായിരുന്നു അവർ പറയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഉണ്ടാകുന്നു. 25 പേർ കൊല്ലപ്പെടുന്നു. അതിൽ കൂടുതൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായം വരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ഇന്നത്തെ പ്രഭാതത്തിൽ ഉച്ചയോടനുബന്ധിച്ചാണ് US-ന്റെ സൈനിക താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടന്നത്. എവിടെ? സിറിയയിൽ മിസൈൽ ആക്രമണം നടന്നു, ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന അവകാശം അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് അമേരിക്ക സമ്മതിക്കുന്നു. അപ്പോൾ അശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സിറിയ പോകുന്നു. അതിന് 2-3 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്ന്, ബഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം ചില ഗ്രാമീണ മേഖലയിൽ സജീവമാണ്. ആ മേഖലയിലേക്ക് സിറിയയുടെ സൈന്യത്തിനോ പോലീസുകാർക്കോ അടുക്കാൻ പറ്റാത്ത വിധം അവർ സൈനിക ശേഷി സംഭരിച്ച രീതിയിലാണ് അല്ലെങ്കിൽ ശേഖരിക്കപ്പെട്ട രീതിയിലാണ് അവരുടെ പ്രവർത്തന രീതികൾ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഗോത്ര വംശ രീതി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സിറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്രത്തിലെ കാരണവർക്കാണ് അതിൻ്റെ ഏരിയയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരങ്ങൾ ഉണ്ടാവുക. ചിലർക്കൊക്കെ കൈവശത്തിലൊക്കെ ആയുധ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ഒരു സൈനികരൊന്നും എത്താറില്ല, അല്ലെങ്കിൽ പിന്നെ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട്. ഇത്തരം വിഭാഗവും അതേപോലെ തന്നെ മറ്റു ചില വിഭാഗങ്ങളും മത സംഘടന എന്ന പേരിലും സിറിയൻ ആർമി ഫോഴ്സ് എന്ന പേരിലൊക്കെ ഒരുപാട് സംഘടനകൾ സജീവമായിരുന്നു. ഈ രാജ്യഭരണം അസദിൻ്റെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി അവർ ഏറെക്കുറെ സൈലൻ്റായി മറ്റേതോ ദേശത്തിലേക്ക് ഒളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം എല്ലാം പ്രകടമായിരിക്കുന്നു, പ്രത്യക്ഷമായിരിക്കുന്നു. നിലനിൽപ്പിന് വേണ്ടി പോരാടണം എന്ന് ഈ സിറിയയുടെ ഒരു സന്നദ്ധ സംഘടന പറഞ്ഞതായിരിക്കുന്ന വിവരം വന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് അവരെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കണം. മുമ്പ് സദ്ദാം ഹുസൈൻ പറഞ്ഞ പോലെ ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് അമേരിക്കയെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രാജ്യം നഷ്ടപ്പെടുമെന്നും രാജ്യത്ത് അഭയാർത്ഥികളായി താമസിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നും സദ്ദാം ഹുസൈൻ്റെ ബാഗ്ദാദ് ആക്രമണത്തിനോടനുബന്ധിച്ച് പറയപ്പെട്ടതാണ്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി ആ രാജ്യം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കിയ സമയത്ത് രാജ്യത്തിലെ ജനങ്ങളോട് സുരക്ഷിതത്വം പാലിക്കാനും പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രാജ്യം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ രീതിയിലുള്ള ആ വോയിസുകളൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാണ്. സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ സിറിയയുടെ കേന്ദ്രങ്ങളിൽ മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. ആയതിനാൽ ഇസ്രായേലിനെ ചെറുക്കുക, അമേരിക്കയെ ചെറുക്കുക, ഇത് മുദ്രാവാക്യമാക്കിക്കൊണ്ട് തന്നെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ചാവേർ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികൾക്ക് നേരെ നടത്തിയിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന ആക്രമണമാണ്. പ്രതികളെ പിടികൂടി പരസ്യമായി ശിക്ഷിക്കണം എന്നുള്ള പ്രസ്താവനയൊക്കെ പല നേതാക്കന്മാർ ഈ വിഷയമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നു. സിറിയയിൽ ഏതാണെങ്കിലും സുരക്ഷിതത്വമില്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യവും അമേരിക്കയുടെ സൈന്യങ്ങളും എല്ലാം സിറിയയിലുണ്ട്. അതോടൊപ്പം തന്നെ ഭരണാധികാരികളുടെ സൈന്യവും ഏകോപനം ഇല്ലെങ്കിൽ പോലും അവരും അവിടെ വ്യാകുലരായിട്ട് സജീവമായിട്ടുണ്ട്. തുർക്കിയുടെ സൈന്യം ഉണ്ട് എന്ന് പറയുന്നു. ഇത്രയും സൈന്യങ്ങളുടെ ഒരു സംക്രമം അവിടെ ഉണ്ടായിട്ടും ആ രാജ്യം കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്ത വിധം ദയനീയമായിരിക്കുന്ന പരാജയമാണ് എന്നുള്ളത് പല വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും അവിടെ നടക്കുന്ന പല സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഈ
സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ തുടർച്ച ഏത് തരത്തിലാണ്, ഇനിയും അവിടെ ആവർത്തിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ വലിയ ഭയപ്പാടാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക താവളം, അവരുടെ സൈനിക എയർപോർട്ട് ഒന്നും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഈ അക്രമത്തോടു കൂടി ഏറെക്കുറെ ബോധ്യമാകുന്നത്.